ഓക്കെ, GNS3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GNS3 റൗട്ടർ കാര്യങ്ങളൊക്കെ കോൺഫിഗ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ റൗട്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ കോൺഫിഗ് ചെയ്തു, കുറേ സ്വിച്ച് കോൺഫിഗ് ചെയ്തു, കുറേ റൗട്ടർ കോൺഫിഗ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് കാണുക, കണ്ടിട്ട് നോക്കും. ഇനി ഇപ്പോൾ റൺ ചെയ്ത് നോക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഫയലിൽ ന്യൂ ബ്ലാങ്ക് പ്രൊജക്റ്റ് എടുക്കുക. ഇവിടെ ഒരു പേര് കൊടുത്തിട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് റണ്ണിങ്ങിലാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ GNS3 ഓൺ ആണ്. ഇവിടെ കണ്ടോ GNS3 VM സ്റ്റാർട്ട് ആയിട്ടുണ്ട്. GNS3 VM എന്ന് പറഞ്ഞത് എൻ്റെ ഈ PC-യുടെ പേര് തന്നെയാണ്. അപ്പോൾ പിയും GNS3 VM-ഉം അതുപോലെ PC-യുടെ പേരായിട്ടുള്ള VM-ഉം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടിനും ഒരേ പേരായതുകൊണ്ടാണ് ഓക്കെ VM എന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ പേരും ഇവിടെ മുകളിൽ GNS3 VM തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ റൗട്ടറൊക്കെ റൺ ചെയ്ത് നോക്കണം. അപ്പോൾ റൗട്ടർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ട് റൗട്ടർ ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് റൺ ആവുന്നുണ്ടോ നോക്കാം. സ്റ്റാർട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് റൺ ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൺസോൾ പ്രസ് ചെയ്താൽ കൺസോൾ ഓപ്പൺ ആയി വരും. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഇത് ഓപ്പൺ ആയി വരുന്നത് പിന്നെ സോളാർ പുട്ടി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ കൂടെയുള്ള സോളാർ വിൻസിൻ്റെ ഒരു ഡിഫോൾട്ട് സോഫ്റ്റ്വെയർ ആണ്. ഇനി ഇത് വേണ്ട, നിങ്ങൾക്ക് ഈ നമ്മൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുട്ടിയിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. അതിന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ടൂൾസിൽ പ്രിഫറൻസിൽ നമുക്ക് കൺസോൾ ആപ്ലിക്കേഷനകത്ത് എഡിറ്റ് പ്രസ് ചെയ്തിട്ട് ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞിട്ട് ഏത് വേണമെങ്കിലും എടുക്കുക. ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് പുട്ടി എന്ന് പറയുന്ന നോർമൽ വേർഷനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി പുട്ടി ഇൻസ്റ്റാൾ ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പുട്ടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പുട്ടി എന്ന സൈറ്റിൽ കയറിയിട്ട് പുട്ടി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്ലൈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ ഈ പുട്ടി എന്ന സോഫ്റ്റ്വെയറിൽ കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ എടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി. അപ്പോൾ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഡൺ. അപ്പോൾ ഇങ്ങനെയാണ് റൗട്ടർ റൺ ചെയ്യുന്നത്. ഓക്കെ, റൗട്ടർ പെർഫെക്റ്റ്ലി റൺ ആവുന്നുണ്ട്. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ആവശ്യമുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. സിസ്കോ പാക്കറ്റ് ട്രേസർ ചെയ്യുന്ന മാതിരി തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സ്വിച്ചിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്വിച്ച് ഉണ്ട്. L2 സ്വിച്ച് 3 ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു L3 സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഒരു L2 സ്വിച്ച് നമുക്ക് ഇതിൽ ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നത് VM-ൻ്റെ സഹായത്തോടു കൂടിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു L2 സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ L2 L3 സ്വിച്ചുകളൊക്കെ വർക്ക് ചെയ്യുന്നത് VM-ൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ VM സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇനി ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എറർ വന്നിട്ടുണ്ട്. ഇൻവാലിഡ് IOU ലൈസൻസ് കീ എന്നാണ് എറർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IOU ലൈസൻസ് ഉണ്ടായിരിക്കണം സ്വിച്ച് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ IOU ലൈസൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളെ ഈ ഒരു വെർച്വൽ മെഷീൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വെർച്വൽ മെഷീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ ഒരു IP അഡ്രസ്സ് കാണാൻ പറ്റും. വെർച്വൽ മെഷീൻ്റെ IP അഡ്രസ്സ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ GNS3 ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട IP അഡ്രസ്സ് ഉണ്ടാവും. 192 168 അതുപോലെ തന്നെ 184 130 എന്നാണ് നിങ്ങൾ IP അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സിലോട്ട് നമ്മൾ പുട്ടി വഴി കണക്ട് ചെയ്ത് കയറണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, SSH കണക്ഷൻ ഇട്ടിട്ട് 192.168.184.130 എന്ന് പറഞ്ഞൊരു IP അഡ്രസ്സ് എൻ്റർ ചെയ്യുക. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ യൂസർ നെയിം കണ്ടോ, SSHൻ്റെ യൂസർ നെയിം പറഞ്ഞത് GNS3 എന്നാണ്. അപ്പോൾ GNS3 യൂസർ നെയിം ആയിട്ട് കൊടുക്കുക. പാസ്വേഡ് എന്താണ് GNS3 തന്നെയാണ്, അത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ലോഗിനായി. അപ്പം ഈ ഒരു VM-ൻ്റെ കോൺഫിഗറേഷനിലോട്ടാണ് ലോഗിൻ ആയിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് ഷെല്ല് എന്ന് പറയുന്ന ആക്സസ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ അടിച്ച് ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ സാധാ പോലെ ഷെൽ ആക്സസ് വരും. ഓക്കെ, അപ്പോൾ അവിടെ ഷെല്ല് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ GNS3 ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ എറർ ജസ്റ്റ് ഇവിടെ വായിച്ചു നോക്കിയാൽ ഇവിടെ വന്നിട്ട് ഇൻവാലിഡ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് എറർ. ഈ എറർ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജനറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് കീ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻവാലിഡ് ലൈസൻസ് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഗൂഗിളിലും സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ കിട്ടും. ഇത് നമുക്ക് റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിന് ജനറേറ്റ് ലൈസൻസ് ജനറേറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു പിന്നെ ബ്ലോഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഫയൽ പൈത്തണിൻ്റെ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, iOS-ൻ്റെ പിന്നെ ലൈസൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ജസ്റ്റ് പഠിപ്പിച്ചാൽ, ജസ്റ്റ് ഇവിടെ വരിക, ജസ്റ്റ് ഇവിടെ ഈ ഒരു സൈറ്റ് പേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, സൈറ്റ് പേസ്റ്റ് ചെയ്ത് ഞാൻ ഡൗൺലോഡ് ആയി വരും. ഇപ്പോൾ LS അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ ശേഷം Python 3 ആ ഫയൽ റൺ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കൊടുക്കുക. ഒക്കെ റൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടോ നമുക്ക് ലൈസൻസ് കീ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്.
ഈ ലൈസൻസ് കീ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഒരു പുതിയ ഫയൽ ഉണ്ടാക്കാം. ഓക്കെ, IOURC.txt എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ടച്ച് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുക. ടച്ച് IOURC ഡോട്ട് എന്താണ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .txt എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി LS അടിച്ച് ഞാൻ ഫയൽ ഉണ്ടാവും. ഓക്കെ, ഇനി ആ ഫയലിലോട്ട് നമ്മൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ലൈസൻസ് എന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പേസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, റൈറ്റ്. ബൈ ഡിഫോൾട്ട് ഈ ഫയൽ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, പ്രശ്നമില്ല. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ചെറിയൊരു മാറ്റമുണ്ട് ഇവിടെ. ഇങ്ങനെ ഓക്കെ, നാനോ IOU NASനകത്ത് ഓക്കെ ഇങ്ങനെ ഒരു ഫയലിനകത്ത് ബൈ ഡിഫോൾട്ട് എന്തായിട്ടുണ്ടാവും, നമ്മുടെ ലൈസൻസ് കീ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാവും. ഇതിനെ ജസ്റ്റ് കോപ്പി എടുക്കുക ഇവിടെ. ഓക്കെ, ജസ്റ്റ് കോപ്പി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രിഫറൻസിൽ പോട്ടെ, ഇവിടെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ പ്രിഫറൻസിൽ പോയിട്ട് ജസ്റ്റ് ഇവിടെ iOS on UNIX എന്ന് പറഞ്ഞ യുനിക്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ലൈസൻസ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക, അപ്ലോഡ് എടുക്കുക, ഓക്കെ കൊടുക്കുക. ഇത്ര കൊടുത്തതിന് ശേഷം ഇത് ഡിലീറ്റ് ചെയ്യുക. ലോഗ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് പ്രസ് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ആവുന്നത് കാണാം. കണ്ടോ ഇവിടെ ഒരു ഗ്രീൻ കളറായി സ്റ്റാർട്ടായി. കൺസോൾ എടുത്തു കഴിഞ്ഞാൽ നോർമലി സ്വിച്ച് റൺ ആവുന്നത് കാണാം. ഓക്കെ, ഇങ്ങനെയാണ് സ്വിച്ച് റൺ ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ് അടിച്ചു കഴിഞ്ഞാൽ പോർട്ടുകളൊക്കെ കാണിക്കും. ഇനി അഡീഷണലി നിങ്ങൾക്ക് പോർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രോപ്പർട്ടി അതിൻ്റെ കോൺഫിഗറേഷനിൽ പോയ നെറ്റ്വർക്കിനകത്ത് അഡാപ്റ്ററുകൾ നമ്മളിങ്ങനെ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും, ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് IOU ഡിവൈസുകളൊക്കെ ഇതിനകത്ത് LOU ഡിവൈസുകളൊക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് പുട്ടി നമുക്ക് ക്ലോസ് ചെയ്യാം, പുട്ടീൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ GNS3 പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഇനി GNS3 നമുക്ക് എല്ലാ ലാബുകളും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് GNS3 പിന്നെ IOU ഡിവൈസുകളൊക്കെ ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.